B.Edന് കയറിയ ഒരു സമയത്താണ് ഈ പറയുന്ന വീണ്ടും ഞാൻ രണ്ടാമത് ജോയിൻ ചെയ്തത്. അത് എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ B.Edന്റെ പല സാധനങ്ങളും നമുക്ക് ജനറൽ പേപ്പറിൽ ഉണ്ട്. ഈ ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റിസർച്ചിൻ്റെ ഇതുണ്ട്, അങ്ങനെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്തായാലും ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ പേപ്പർ 1 എനിക്ക് B.Edന്റെ ഒരു ഗൈഡ് പോലായിരുന്നു എനിക്ക് ഈ I+ന്റെ ക്ലാസ് എന്ന് പറയുന്നത്. ഈ നോട്ടീസ് പേപ്പറിന്റെ ബുക്കുകൾ എന്നിട്ട് പേപ്പറിലും കൂടി പൊതിഞ്ഞൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന ആളാണ് കേട്ടോ. ഡിസംബർ മാസത്തിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്ത് ഞാനാണെങ്കിൽ ഓരോ ദിവസവും എല്ലാ ദിവസവും രാവിലെ കറക്റ്റ് ഒരു 5:30 ആകുമ്പോൾ എണീറ്റിട്ട് എനിക്ക് അത്യാവശ്യം ഇച്ചിരി ഇംഗ്ലീഷ് പാടായത് കാരണം ടീച്ചർ പറയുന്ന ഓരോ ക്ലാസ്സും ഞാൻ മലയാളത്തിൽ എനിക്ക് മനസ്സിലായ രീതിയിൽ മലയാളത്തിൽ ടീച്ചർ പറയുന്നതോ അതെല്ലാം ചേർത്ത് ഞാൻ എഴുതിയെടുക്കും. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാളം സബ്ജക്റ്റിൽ JRF നേടിയ ജസ്നിയാണ്. 2025 ജൂൺ എക്സാമിലാണ് ജസ്നിയുടെ JRF നേട്ടം. അപ്പോൾ ജസ്നിയുടെ സ്റ്റഡി സ്ട്രാറ്റജികളും എങ്ങനെ പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് നമുക്ക് കേട്ടറിയാം. സ്വാഗതം ജസ്നി. ആദ്യമായിട്ട് ജസ്നി പഠിച്ചു വന്ന വഴികൾ, ഇപ്പോൾ B.Ed ചെയ്തു, PG ചെയ്തു, നെറ്റിൻ്റെ എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ട് നെറ്റ് എഴുതുന്നത് 2022 ജൂൺ മാസത്തിലാണ്. അന്ന് എന്താണ് നെറ്റ് എന്നറിയാൻ വേണ്ടിയാണ് പോയി എഴുതിയത്. അപ്പോഴെനിക്ക് മനസ്സിലായി ജനറൽ പേപ്പർ നല്ല പാടാണ്. മലയാളം അത്യാവശ്യം ഞാൻ തന്നെ പഠിച്ചാലും എനിക്ക് കിട്ടുമെന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ ജനറൽ പേപ്പർ എന്നെ കൊണ്ട് പറ്റത്തില്ല, കൂട്ടിയെ കൂടുന്ന ഇതല്ല എന്ന് മനസ്സിലായി. അത്യാവശ്യം കണക്ക് മാത്രം ചെയ്തു പോകാൻ പറ്റും, ബാക്കി ഒരു മേഖലയെക്കുറിച്ച് എനിക്ക് യാതൊരു വിധ അറിവുമില്ല, അതെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ജനറൽ പേപ്പറിൻ്റെ പുസ്തകം വാങ്ങി ഓരോ പേജും വായിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഓരോ ഹെഡിങ്ങും അടിച്ചു നോക്കുമ്പോഴാണ് ഞാൻ സില്ലോജിസത്തിൻ്റെ ക്ലാസ് സാറിൻ്റെ കണ്ടത്. അങ്ങനെ എനിക്ക് തോന്നിക്കൊള്ളാം. അങ്ങനെ വീണ്ടും അടുത്ത ഹയർ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സും കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതിൽ തന്നെ നമ്പർ കൊടുത്തിരുന്നതിൽ വിളിച്ചിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അത് 2022 ഒരു ഡിസംബർ മാസത്തിലാണ്. അങ്ങനെ ഞാനത് പഠിച്ചു. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ആകെ ഒരു 16% 17% ഒക്കെ ഞാൻ അത് കംപ്ലീറ്റ് ആക്കിയുള്ളൂ. എന്നിട്ട് പോലും എനിക്ക് നെറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് നല്ല ആത്മവിശ്വാസമായി. അപ്പോൾ ഇത് പഠിച്ചാൽ ഇത് കിട്ടും. അങ്ങനെ മൊത്തം പഠിക്കാം എന്നുള്ള ഇതിലാണ് ഞാൻ 2023 ജൂൺ മാസത്തിലാണ്. അത് കഴിഞ്ഞ് 2023 ജൂണിൽ ഞാൻ സ്വന്തമായിട്ടല്ലാതെ അത്രയും പഠിച്ച നോട്ട് വെച്ച് എഴുതിയേ, പക്ഷെ അതിനെനിക്ക് കിട്ടിയില്ല. അങ്ങനെ 2023 ജൂണിൽ ഡിസംബർ മാസത്തിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്ത് ഞാനാണെങ്കിൽ ഓരോ ദിവസവും എല്ലാ ദിവസവും രാവിലെ കറക്റ്റ് ഒരു 5:30 ആകുമ്പോൾ എണീറ്റിട്ട് എനിക്ക് അത്യാവശ്യം ഇച്ചിരി ഇംഗ്ലീഷ് പാടായത് കാരണം ടീച്ചർ പറയുന്ന ഓരോ ക്ലാസ്സും ഞാൻ മലയാളത്തിൽ എനിക്ക് മനസ്സിലായ രീതിയിൽ മലയാളത്തിൽ ടീച്ചർ പറയുന്നതോ അതെല്ലാം ചേർത്ത് ഞാൻ എഴുതിയെടുത്ത് അങ്ങനെ ഓരോ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ഹയർ എഡ്യൂക്കേഷൻ, അങ്ങനെ ചില മേഖലകൾക്ക് അത്യാവശ്യം ഞാൻ കാര്യമായിട്ട് ഫോക്കസ് കൊടുത്തു. അത് വെച്ച് ഞാൻ പഠിക്കുമായിരുന്നു. പിന്നെ സാർ പറയുന്നൊരു ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഒരു ദിവസം മടിച്ചിരുന്നാൽ നമ്മളെക്കാൾ 100 പേര് മുമ്പിലോട്ട് പോകും. എനിക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഞാൻ പഠിക്കുമ്പോൾ രാവിലെ എണീക്കുമ്പോഴേ ഞാൻ ചിന്തിക്കുക, നമ്മളിപ്പം പഠിച്ചില്ലെങ്കിൽ നമ്മളെക്കാൾ 100 പേര് മുന്നോട്ട് കയറും, അപ്പം നമുക്കത് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് എല്ലാ ദിവസവും രാവിലെ എണീറ്റ്, അഥവാ എനിക്ക് ഭയങ്കര മടിയുള്ള ദിവസം ഞാൻ പോയി കുളിച്ചിട്ടാണേലും വന്ന് പഠിക്കും. അങ്ങനെ എഴുതിയെടുത്തായിരുന്നു പഠിക്കുന്നത്. എഴുതുന്ന സാധനം ഞാൻ അപ്പം തന്നെ പഠിക്കും. അങ്ങനെ ഒരു 6 മണി തൊട്ട് 10 മണി വരെ എൻ്റെ കറക്റ്റ് ജനറൽ പേപ്പറിൻ്റെ സമയം. പിന്നെ ചില സമയങ്ങളിൽ എനിക്ക് ഇനിയും കൂടുതൽ ഇത് എഴുതാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉച്ചയ്ക്ക് 2 മണി സമയം, അല്ലെങ്കിൽ ഞാൻ കിടന്ന് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അങ്ങനെ ഉറങ്ങാതെ ഞാൻ ഇരുന്ന് 2 മണി സമയമാകുമ്പോഴേ ഞാൻ എഴുതി പഠിക്കുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഞാൻ കറക്റ്റായിട്ട് അതിനകത്തെ ടെസ്റ്റ് സീരീസുകളെല്ലാം ചെയ്യും. പ്രത്യേകിച്ച് JRFൻ്റെ ടെസ്റ്റ് സീരീസ് ഞാൻ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ കോംപ്രിഹെൻഷൻ അത്യാവശ്യം പാടായിരുന്നു. ആ സമയം ഞാൻ എല്ലാ ദിവസവും ഒരു കോംപ്രിഹെൻഷൻ വീതമെങ്കിലും നോക്കും. ആദ്യമൊക്കെ എനിക്ക് 2, 3 അങ്ങനെയൊക്കെ കിട്ടത്തുള്ളായിരുന്നു. പിന്നൊക്കെ ആയപ്പോഴത്തേക്ക് 5 മാർക്ക് കറക്റ്റ് കിട്ടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി ആത്മവിശ്വാസം വന്നു, ഇതെന്നെ കൊണ്ട് കൂടും എന്നുള്ള ഇത് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചെയ്തു. പക്ഷേ അപ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതിയപ്പം എനിക്ക് 2 മാർക്കിനാണ് ഇത് JRF പോയെ ഒരു ചോദ്യം. അങ്ങനെ എനിക്കത് ഭയങ്കര സങ്കടം. അയ്യോ, ഞാൻ ഇച്ചിരിയും കൂടെ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ, അപ്പോൾ ഇനി കിട്ടത്തില്ലായിരിക്കും, എനിക്ക് ഭയങ്കര ബുദ്ധിയൊക്കെ ആയാൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും വിചാരിക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞുള്ളത് എഴുതിയില്ല. അങ്ങനെയാണ് ഞാൻ ഇപ്പം ഈ 2025 ജൂണിലെ പരീക്ഷ എഴുതുന്നതും ഞാൻ എഴുതിയ ഓരോ ദിവസം ഞാൻ ഇത് വെച്ചൊക്കെയായിരുന്നു പഠിച്ച്. ഒരുപാട് നോട്ടുകളുണ്ടല്ലേ? ഈ നോട്ട് വെച്ചായിരുന്നു പഠിക്കുന്നത്. ഇപ്പോഴും അത് വെച്ചിട്ടാ
ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ലതുപോലെ എല്ലാ മേഖലകളും പഠിച്ചു ആയിട്ട് യൂട്യൂബിൽ കിടക്കുന്ന ക്ലാസ്സുകളും ഞാൻ കാണുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇപ്രാവശ്യത്തെ ഇത് കിട്ടിയത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് നേടിയ ഒരാൾ തന്നെയല്ലേ? ഒരുപാട് സന്തോഷം. നിങ്ങളും കണ്ടില്ലേ, ഒരു കെട്ട് നോട്ടുകളാണ് ഈ നോട്ടീസ് പേപ്പറിന്റെ ബുക്കുകൾ. എന്നിട്ട് പേപ്പറിലും കൂടി പൊതിഞ്ഞൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന ആളാണ് കേട്ടോ. ഓരോ ബുക്കിലും 100 കണക്കിന് പേജ്. ഇത് പേപ്പർ 1ന്റെ തന്നെ പ്രാക്ടീസ് ആണ്. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നെറ്റ് കിട്ടാമെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിനൊക്കെ മിസ്സായി പോകുമ്പോൾ നെറ്റിലെ പ്രിപ്പറേഷൻ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിയൊക്കെ ആയിട്ട് മാറിയായിരുന്നു ഈ അറ്റംപ്റ്റിൽ? ഇല്ലല്ലോ, അതേ ആള് തന്നെയല്ലേ? കുറച്ചുകൂടി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നെറ്റ് നേടാമെന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നെറ്റ് നേടിയെടുക്കാം എന്നുള്ളത് തന്നെയല്ലേ? എന്തായിരുന്നു പറയാൻ വന്നത്? അത് പറഞ്ഞു തുടങ്ങി. ഇപ്പം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ അത്യാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കിട്ടുന്നതെന്ന് എനിക്ക് അങ്ങനെ തോന്നുമായിരുന്നു ആദ്യം എഴുതിയ സമയം. അന്ന് ഞാൻ MA പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ B.Ed കയറിയ ഒരു സമയത്താണ് ഈ പറയുന്ന വീണ്ടും ഞാൻ രണ്ടാമത് ജോയിൻ ചെയ്തത്. അത് എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ B.Ed പല സാധനങ്ങളും നമുക്ക് ജനറൽ പേപ്പറിൽ ഉണ്ട്. ഈ ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റിസർച്ചിന്റെ പല ആസ്പെക്റ്റുകളും ഉണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉറപ്പായിട്ടും ഉണ്ട്, എന്തായാലും ഉണ്ട്. അങ്ങനെ കുറേ, അത് സത്യം പറഞ്ഞാൽ പേപ്പർ 1 എനിക്ക് B.Ed ഒരു ഗൈഡ് പോലായിരുന്നു എനിക്ക് I+ന്റെ ക്ലാസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ടെസ്റ്റ് സീരീസിൽ ഓരോ പ്രാവശ്യവും ഓരോ ക്വസ്റ്റ്യനുകൾ, നമുക്ക് പുതിയതായിട്ട് ഓരോ ക്വസ്റ്റ്യനുകൾ കിട്ടുമല്ലോ. അത് ഞാൻ ഇതേപോലെ പേപ്പറിന്റെ ഈ ബുക്കിന്റെ അവസാനങ്ങളിൽ ഞാൻ എഴുതി വെക്കുമായിരുന്നു. ഇത് എന്താ, ഈ ബുക്കുകൾ ഇങ്ങനെ ആക്കിയതിന്റെ റീസൺ തന്നെ അതാ. ഓരോ പേജുകൾ നമുക്ക് അതിനകത്ത് കൂട്ടിച്ചേർത്ത് പോകാം. ഈ പേപ്പർ ഇട്ട് പൊതിയുമ്പോൾ അത് ഇളക്കിയിട്ടാണെങ്കിലും അതിനകത്ത് കൂട്ടിച്ചേർക്കാം. പഠിക്കുന്നതിനനുസരിച്ച് പുതിയ നോട്ടീസ് പേപ്പറുകൾ അതിനകത്ത് ആഡ് ചെയ്ത് വെച്ച് പിൻ ചെയ്ത് വെക്കും. എക്സലന്റ്. അങ്ങനെയായിരുന്നു ആദ്യം. എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാര്യം എന്നാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് ഈ I+ ചേർന്നിട്ട് ഞാൻ ചെന്നപ്പം I+ന്റെ ടെസ്റ്റ് സീരീസിലുണ്ടായിരുന്ന കുറേ ക്വസ്റ്റ്യനുകളായിരുന്നു അന്നത്തെ ഇതിൽ ചോദിച്ചത്. ഗ്രേപ്പ് അവെയിൻ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും അത്യാവശ്യം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വീണ്ടും ജോയിൻ ചെയ്തത്. കാരണം അത് പഠിച്ചാൽ ഉറപ്പാണ് എനിക്ക് കിട്ടും എന്നുള്ളൊരിതുണ്ടായിരുന്നു. എന്തായാലും JRFലേക്ക് ഒരു 10-25 ലക്ഷം രൂപ അടുത്ത വർഷങ്ങളിലായിട്ട് സ്കോളർഷിപ്പോടുകൂടി PhD ചെയ്യാം. ഡോക്ടർ ജസ്നി എന്ന് നമുക്ക് പേരിനോടൊപ്പം ചേർക്കാനും പറ്റും. ചലഞ്ചുകളെ പറ്റിയൊക്കെ പറഞ്ഞു. മലയാളത്തിൽ ഏതൊക്കെ ടോപ്പിക്കുകളായിരുന്നു എൻജോയ് ചെയ്ത് പഠിച്ചത്? അല്ലെങ്കിൽ മലയാളം പഠിക്കാനായിട്ട് ചില ടോപ്പിക്കുകൾ ഓഫ് കോഴ്സ് ഡിഫിക്കൽട്ട് ആവുമല്ലോ, എങ്ങനെ അത് ടാക്കിൾ ചെയ്തു? മലയാളത്തിൻ്റെ ഞാൻ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളായിരുന്നു നോക്കിയത്. അത് നോക്കിയിട്ട് അതിൽ തന്നെ കഴിഞ്ഞ 4 വർഷത്തെ എങ്ങനെയാണ് ചോദിക്കുന്നത്, പുതിയ എന്ത് പ്രവണതയാണ് വരുന്നത്, അങ്ങനെയുള്ള ഒരിത് പഠിച്ചായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് പാടായിട്ട് തോന്നിയത് പൗരസ്ത്യവും പാശ്ചാത്യവുമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഓരോ ശ്ലോകം എഴുതി പഠിക്കും. പിന്നെ അത്യാവശ്യം വ്യാകരണം ഇച്ചിരിയും കൂടെ എനിക്ക് എളുപ്പമായിരുന്നു. അതുകൊണ്ട് വ്യാകരണം എനിക്ക് അത്രയും പാട് വന്നില്ല. എങ്കിലും ഞാൻ ഓരോ പ്രാവശ്യം വ്യാകരണത്തിൻ്റെ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പഴയ പ്രാചീനവും മധ്യകാല മലയാള കവിതകൾ, നോവലുകൾ, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കൂടുതലും ഞാൻ സാഹിത്യ ചരിത്രത്തെ ആയിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അത് ഞാനൊരു മിനിമം 2 സാഹിത്യ ചരിത്രം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അതിൻ്റെ നോട്ട് എഴുതിയായിരുന്നു പഠിക്കുന്നത്. എഴുത്തും റിവിഷനും അതാണല്ലേ പ്രധാനമായിട്ടുള്ള ആശയങ്ങൾ. ക്രോസ് റെഫർ ചെയ്ത് നോട്ടുകൾ പക്കാക്കും, വീണ്ടും ആവർത്തിച്ച് പഠിക്കും. നിങ്ങളോടും അതാ എനിക്കും പറയാനുള്ളത്. നോട്ട് എഴുത്തിനും റിവിഷനും ഒഴിവാക്കി കൂടാനാവാത്ത ഒരു സ്ഥാനം നെറ്റ് പരീക്ഷയിൽ അല്ലെ JRFലേക്ക് എത്തുന്നതിലുണ്ട്. ഇനിയും ഈ പരീക്ഷ എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഈ വീഡിയോകളൊക്കെ കാണുന്നുണ്ടാവും. അവരുടെ അടുത്ത് ചുരുക്കം വാക്കുകളിൽ 2-3 പോയിന്റുകൾ JRFലേക്ക് എത്താൻ, നെറ്റിലേക്ക് എത്താൻ ജസ്നിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? നമുക്ക് അഥവാ JRFോ നെറ്റോ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടിയില്ലെങ്കിലും നമ്മൾ അതിൽ തളരരുത്. നമുക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം നമ്മുടെ മുമ്പിലെത്തും. അന്നേരം നമുക്ക് അതിനകത്ത് വിജയം കിട്ടും. പിന്നെ സാർ എപ്പോഴും പറയുമായിരുന്നു ക്ലാസ്സിൽ, നമ്മൾ റിവിഷൻ ചെയ്ത് മിനിമം ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ 3 പ്രാവശ്യമെങ്കിലും റിവിഷൻ ചെയ്യണമെന്ന് പറയുമായിരുന്നു. അത് ഞാൻ പാലിച്ചു. 3 അല്ല, ചില സബ്ജക്റ്റുകൾ ഞാൻ കുറേ പ്രാവശ്യം റിവിഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളും റിവിഷനും പഠനവും ഒരിക്കലും തളരാതെ പഠിക്കുക. നമുക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം നമ്മുടെ മുമ്പിലെത്തും. തീർച്ചയായിട്ടും വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു ജസ്നി. ഞങ്ങളെ വീട്ടിലേക്ക് ഇന്ന് ക്ഷണിച്ചതിനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ തന്നതിനും പ്രത്യേകം നന്ദി. മുന്നോട്ടും കരിയറിലും ജേണിയിലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.